കൊരേച്ചാല് ഗ്രീൻ വാലി റോഡ് അത് ഒരു 35ഓളം വീടുകൾക്കുള്ള ഒരു മെയിൻ വഴിയാണ്. ആ വഴി ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞ കുറെ ആൾക്കാർ അവിടെ ഫ്ലക്സ് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോഡിന് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നമ്മൾ ആ റോഡ് എന്തായാലും റെഡിയാക്കിയിരിക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നതാണ് കൊരേച്ചാല് ഗ്രീൻ വാലി റോഡ്. എൻ്റെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൊരേച്ചാല് 3-ാം വാർഡില് നമ്മൾ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ ഈ റോഡിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങാനുള്ളൊരു സംവിധാനം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ മെമ്പറുടെ കാലഘട്ടത്തിൽ വന്നൊരു വർക്കാണിത്. MLA ഫണ്ട് ഉപയോഗിച്ച് പണിയാൻ പോകുന്ന റോഡാണിത്. പക്ഷേ കഴിഞ്ഞ മെമ്പറുടെ കാലത്ത് 2 പ്രാവശ്യം ടെൻഡർ വന്നിട്ടും ഈ വർക്ക് എടുക്കാനായിട്ട് ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെമ്പറായ സമയത്താണ് ഇത് വീണ്ടും കൊട്ടേഷനായി. പണ്ടത്തെ പോലെയല്ല, ഇന്ന് MLA വർക്കുകൾക്ക് കോൺട്രാക്ടർമാരെ കിട്ടാനില്ല. കാരണം നമ്മൾ കോൺട്രാക്ടർമാരെ സമീപിച്ചാൽ മാത്രമാണ് അവർ വർക്ക് എടുക്കാൻ തയ്യാറാവുള്ളൂ. ഞാൻ ഏകദേശം 12ഓളം കോൺട്രാക്ടർമാരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് അവസാനം ജെയ്സൺ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു കോൺട്രാക്ടറാണ് ഈ വർക്ക് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയും ഇത് എടുക്കുക ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ വർക്ക് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെ വർക്ക് എടുക്കാനായിട്ട് ആരും ഇല്ല. കാരണം ഫണ്ട് പെട്ടെന്നൊന്നും കിട്ടാത്ത കാരണം കൊണ്ടാണ് ആളുകൾ വർക്ക് എടുക്കാത്തത്. അപ്പോൾ എന്തെന്നെ വന്നാലും നാളെ ഈ വഴിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ്. വൈകിട്ട് 4 മണിക്ക് MLA ആണ് ഇത് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കഴിഞ്ഞ മെമ്പറാണോ ഈ മെമ്പറാണോ നമ്മൾ അതിനൊന്നും തർക്കിക്കാനില്ല. ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.